ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയത് നമ്മളൊക്കെ കണ്ടു. അത് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ശബരിമലയുടെ ഉന്നമനത്തിനാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതായിരുന്നുവെങ്കിലും പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ പോലും സംസാരിച്ചൊരു വിഷയമുണ്ട്. തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു എന്ന്. പക്ഷേ ഒരു ദിവസം മാത്രം ഒതുങ്ങിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിട്ട് അതിനെ CPM-ന്റെ ഭാഗത്തുനിന്ന് സഖാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഒതുങ്ങുമ്പോൾ ഇപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു മറുപരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസും BJP ഒക്കെ. CPM-കാർ ഇടപെട്ടുകൊണ്ട് നടത്തിയത് ഒരു ദിവസത്തെ പരിപാടിയാകുമ്പോൾ മറിച്ച് ഇങ്ങോട്ടേക്ക് 1.5 മാസമായിട്ട് ഈ വിഷയം വലിയ രീതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP-യും കോൺഗ്രസും മുന്നോട്ട് പോകുമ്പോൾ സഖാക്കന്മാർക്ക് തന്നെ ഒരു പണി തിരിച്ചു കിട്ടി എന്നുള്ളൊരു ബോധ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആകെയുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സഖാക്കന്മാർ ഇവർ നടത്തുന്ന പരിപാടി എങ്ങനെ പൊളിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വിശ്വാസികളുടെ സംരക്ഷണം അല്ലെങ്കിൽ വിശ്വാസികളെ തകർക്കാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, വിശ്വാസി സംരക്ഷണ ജാഥ. ആ പരിപാടി ഇന്ന് തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ അവിടെ നിർമ്മിച്ചിട്ടുള്ള പന്തൽ പൊളിഞ്ഞിരിക്കുന്നു. ഈ പന്തൽ താനെ പൊളിഞ്ഞു വീണതാന്ന് തോന്നുന്നുണ്ടോ? ഏതായാലും ഈ ആഗോള അയ്യപ്പ സംഗമം വന്നതിന് ശേഷം പിണറായിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ ശനിദേവൻ പിടിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് കണ്ട ശനിയാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മേഘ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു ദിവസത്തെ പരിപാടിയാണെങ്കിൽ ഇത് നീണ്ട 1.5 മാസമായിട്ടും നിൽക്കക്കള്ളിയില്ലാതെ പിണറായിയെ കേരളം മുഴുവൻ ഇട്ട് ഓട്ടിക്കുന്ന രംഗമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മകൻ്റെ വിഷയം, ഒരു ഭാഗത്ത് ശബരിമല മോഷണം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ പിണറായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പന്തൽ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളത്, അതിൽ നിരവധി കാര്യങ്ങളുണ്ട്. കാരണം ഈ പന്തൽ കൃത്യമായിട്ട് നന്നായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇതിന് മുന്നിൽ പന്തൽ നിർമ്മാണം നടത്തിയിരിക്കുന്ന വ്യക്തിയാണ് കെട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ഉദ്ഘാടനം ചെയ്യുന്നതിന് തൊട്ട് നിമിഷങ്ങൾക്ക് മുന്നേ ആണ് ഇത്തരത്തിൽ പൊളിഞ്ഞു വീണിരിക്കുന്നത്. അവിടെ എന്താണ് നടന്നതെന്നുള്ളത് ഇതുവരെ അറിഞ്ഞുകൂടാ, അന്വേഷണം നടക്കുന്നുണ്ട്. അത്തരത്തിൽ പൊളിയാൻ വേണ്ടിയിട്ട് വലിയ മഹാമാരിയോ പേമാരിയോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാരാണ് പൊളിച്ചത്, അതോ അങ്ങനെ പൊളിയാൻ തക്ക രീതിയിൽ ഷീറ്റിട്ട് നിർമ്മിച്ച് അങ്ങനെ പൊളിയുന്ന സന്ദർഭങ്ങളുണ്ട്, പക്ഷെ അങ്ങനെ പൊളിയാൻ സാധ്യതയില്ല. മാത്രമല്ല ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പാണ് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയ ഒരു സംഗതി, എങ്ങനെ പൊളിയും എന്നുള്ളൊരു ചിന്തയിലാണ്. ഏതായാലും അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഇത് പൊളിക്കും, ഇത് പൊളിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. പൊളിക്കാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ നടന്നു. നമുക്കറിയാം പേരാമ്പ്രയിൽ ഉണ്ടായ കലാപം പോലും ഒരു പക്ഷേ ഈ പൊളിക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു തുടർച്ച ഭാഗമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയപ്പോൾ നടത്താൻ ശ്രമിച്ചിരുന്നത്. അങ്ങനെ നിരവധി വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് ഇത് പൊളിക്കാൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസി സമൂഹം കോൺഗ്രസിനോടും, ഞാൻ ഒരു പാർട്ടിയെ മാത്രം പറയുന്നില്ല, BJP-യോടും ഒപ്പം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ഹിന്ദു മതവിശ്വാസികളുടെ നെഞ്ചത്തേക്ക് തുളച്ചു കയറിയിട്ടുള്ള നിരവധി ആണികളാണ് ശബരിമല വിഷയത്തിൽ പിണറായി വിജയൻ എടുത്തിട്ടത്. പേരാമ്പ്രയിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻ ഈ പറഞ്ഞതുപോലെ സ്ഫോടക വസ്തു കോൺഗ്രസ് പാർട്ടി എറിഞ്ഞു, പോലീസിൻ്റെ നേർക്കെറിഞ്ഞു എന്നുള്ളത്. ആദ്യത്തെ ദിവസവും 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും ഇത്തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന് പോലീസുകാർക്ക് ബോധ്യമുണ്ടായില്ല. ഷാഫി ഹോസ്പിറ്റലിൽ വിട്ടതിന് ശേഷമാണ് ഇപ്പം സ്ഫോടകമോ കുപ്പിയോ ബോംബോ എന്തോ അവർക്ക് നേരെ വലിച്ചെറിയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ ഒരു ചർച്ചയിലും പറഞ്ഞു, ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തു ആയിരുന്നെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് വളരെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നേനെ. കാരണം നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരുപക്ഷെ ഈ 10 വർഷത്തിനൊക്കെ മുന്നേ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കലാപത്തിനിടയിൽ സ്ഫോടക വസ്തു എറിയുന്നത് പ്രതിഷേധക്കാർ എറിഞ്ഞിട്ടുള്ളത്. അത് അപൂർവമായിട്ട് മാത്രമേ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. അത്തരത്തിൽ ഒരു സംഗതി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കയ്യിൽ നിൽക്കില്ലായിരുന്നു, ഇത് വലിയ വിഷയമായേനെ. പക്ഷേ ഇപ്പം എന്നെ പറഞ്ഞോളാം, നിൽക്കക്കള്ളി ഇല്ലാതെ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു, അവിടെ CPM-കാർ മാരകായുധവുമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ സ്ഫോടക വസ്തുവില്ല. ഈ പ്രതിഷേധിക്കാൻ വന്ന UDF-കാരുടെ കയ്യിൽ എന്തോ സ്ഫോടക വസ്തു കൊണ്ട് എറിഞ്ഞു. ഷാഫി അടിച്ച ആളിനെയും കണ്ടെത്തിയിട്ടില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പോയി ഉള്ള കാറെല്ലാം അടിച്ച് തകർത്ത് രാഹുൽ നെഞ്ചി മെരിച്ച് ഇറങ്ങി പോകുന്ന രംഗം നമ്മൾ കണ്ട്. ഒന്ന് തൊടാൻ പോലും നടത്തിയിട്ടില്ല. ആ പ്രതിഷേധക്കാരെയും പൂട്ടാൻ അവർ തയ്യാറായില്ല. ഷാഫിക്കെതിരെ വരെ ഇപ്പോൾ പൂട്ടിട്ടേക്കുവാണ്. ഷാഫി സന്ദീപ് ആരെ ജയിലിനകത്താക്കി. അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം, ഞാൻ നേരത്തെയുള്ള ചർച്ചകളൊക്കെ പറഞ്ഞതുപോലെ, കോൺഗ്രസിൻ്റെ മുൻനിരയിലുള്ള നേതാക്കന്മാരെ തൽക്കാലത്തേക്കെങ്കിലും പൂട്ടി അകത്താക്കുക. കാരണം തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു അടിച്ചമർത്തൽ, പിണറായിസത്തിൻ്റെ ഒരു അടിച്ചമർത്തലാണ് കാണുന്നത്.
BJP പ്രവർത്തകരെ ഒതുക്കുക. പക്ഷെ അവിടെ നടക്കുന്നില്ല. യുവമോർച്ച ഒക്കെ ഇന്നലെ പറഞ്ഞ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും SFIയും പോലെ അല്ല ഞങ്ങളെ ഒതുക്കാൻ ശ്രമിച്ച വിവരം അറിയുന്നു. അത് നമ്മൾ കണ്ടതാണ്. ഇവിടെ നിങ്ങൾ മേഘ അത് പോയായിരുന്നല്ലോ അല്ലെ, മേഘയ്ക്ക് എന്തോ പരിക്കൊക്കെ കിട്ടിയെന്ന് പറയുന്ന കേട്ടു. അപ്പം അത്തരത്തിൽ അവരെ അടിച്ചമർത്താൻ അങ്ങോട്ട് ചെന്നാൽ പിണറായി പോലീസ് അടിയും കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. BJPയുടെ അടുത്ത് നടക്കത്തില്ല. കാരണം അങ്ങ് കേന്ദ്രത്തിലുള്ളയാ, കേന്ദ്രം പിടിച്ചിട്ടേക്കുക. അങ്ങനെ വല്ലതും തിരിച്ച് പ്രഹരിച്ചാൽ ഷാഫിക്ക് ഇട്ടതുപോലെ രാജീവ് ചന്ദ്രശേഖരന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചാൽ ഇപ്പുറത്ത് ഉടനെ വരും ലാവിങ് കേസ്, മാസപ്പടി, മറ്റേത് എല്ലാം കൂടെ വരും. അതുകൊണ്ട് അത് അനങ്ങത്തില്ല. അപ്പോൾ കോൺഗ്രസിനെ മനഃപൂർവ്വമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശബരിമല വിഷയം എങ്ങനെയെങ്കിലും പിണറായി വിജയന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒതുക്കി തീർക്കണം. അത് ഒതുങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം മലർന്നു കിടന്ന് തുപ്പിയത് പോലെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നുന്നത്. ഏതൊരു ഇലക്ഷൻ സമയത്തും ഉണ്ടാകുന്ന വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ഒരു ജാതി അല്ലെങ്കിൽ മതം പരാമർശിച്ചു കൊണ്ടുണ്ടാകുന്ന തുടക്കം അതാണ്. പിന്നീടാണ് മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇവിടെയും സ്വാഭാവികമായിട്ടും ജാതീയപരമായിട്ടുള്ള വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊറാട്ട് നാടകം തന്നെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. പക്ഷെ ആ സംഗമത്തിന് ശേഷം ഇപ്പോൾ കോൺഗ്രസിന് അതുവരെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും ഇല്ലാതിരുന്ന ഒരു ടീം കൂടിയാണ്. പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ സംസാരിക്കാൻ ഒരുപാടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടന വേളയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഇടപെട്ട പല വിഷയങ്ങൾ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ശബരിമലയിൽ ഒരുപാട് സ്വർണം കാണാതായി എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ശബരിമല മാത്രമല്ല, ശബരിമലയിലെ സ്വർണം മാത്രമല്ല, ആ പല ക്ഷേത്രങ്ങളിലും ഉണ്ടാകുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് ഒരുപാട് പഴക്കമുള്ളതാണ്. ഈ പഴക്കം ചേർന്നിട്ടുള്ള വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന മൂല്യം എന്താണെന്ന് നമുക്കറിയാം. കോടികളാണ് ഇതിനൊക്കെ കിട്ടാൻ പോകുന്നത്. പക്ഷെ അതൊന്നും ആരെയും അറിയിക്കാതെ ലേലത്തിൽ വെക്കാനുള്ള ഒരു പദ്ധതി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായിട്ട് ഇടപെട്ട് രമേശ് ചെന്നിത്തല അവിടെ തടഞ്ഞു എന്നുള്ളതാണ്. അന്ന് നടക്കാനിരുന്ന കോടികളുടെ കൊള്ള അവിടെ തടഞ്ഞുവെങ്കിലും പിന്നീട് ഇത്തരത്തിൽ നോക്കാൻ ആളില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനൊരു ശക്തി പോരാ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പിണറായി സർക്കാർ ദുരുപയോഗം ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ പാളിപ്പോയത് എന്ന് പറയുന്നത് അവസാനം ഇനി 6 മാസം കൂടെ മുന്നോട്ട് നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം വെളിച്ചത്തായി. ഇനി ഒന്നും പറഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങ് നാട് വിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നാട് വിട്ടല്ലോ, സൗദിയിലോട്ട് പോയല്ലോ. അപ്പം അതാണ് ഏറ്റവും വലിയ വിഷയം. എന്തായാലും വിഭാഗീയത ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ നോക്കിയിട്ടുള്ള CPM-ന് എതിരെ തന്നെ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യുവമോർച്ചയൊക്കെ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഷാഫി പറമ്പലിന്റെ വിഷയത്തിൽ പോലീസുകാർക്ക് പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകുന്നു. ഇനി പോലീസ് അനങ്ങിക്കഴിഞ്ഞാൽ, ഇതുവരെ എന്തായാലും പ്രതിഷേധത്തിലായി, പ്രതിരോധത്തിലായി, ഇനി പോലീസ് അനങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിണറായിക്ക് തന്നെ തിരിച്ചു വരുമെന്ന് സഖാക്കന്മാർക്ക് മനസ്സിലായി. അപ്പോൾ പോലീസിനോട് പറയുകയാണ് ഇനി ഒരു ചെറുവിരൽ പോലും പ്രതിഷേധക്കാർക്കെതിരെ എടുക്കരുത് എന്ന്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ സമരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസുകാര് പിടിച്ചു നിൽക്കുകയാണ്. നമ്മൾക്ക് പോലും കാണുമ്പോൾ ഇതെന്താ പോലീസുകാർ പ്രതികരിക്കാത്തതെന്ന് തോന്നുന്നു. കാരണം കയറി മാന്തുമായിരുന്നു എല്ലാ പ്രതിഷേധക്കാരെന്ന് പറയാൻ, അങ്ങോട്ട് കയറി മാന്തുമായിരുന്നു. എന്നിട്ട് പോലും പിടിച്ചു നിന്നു. മാത്രല്ല അത് UDF പ്രവർത്തകർ ഇപ്പൊ പഴയതുപോലെ അല്ല. യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഒരു ഇത് നമ്മൾ കണ്ടതാണ്. അങ്ങോട്ട് കയറി ഈ മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുന്നത്. കാരണം ഷാഫിയെ കൈവച്ചത് കൊണ്ട് തന്നെ നമുക്ക് മലബാറിലെ ഒരു ഇത് ടേസ്റ്റ് എന്ന് പറയുന്ന അവർ ചങ്കു കൊടുത്തും എന്തും ജീവൻ നിലനിർത്തി അവർ പോരാടും. അത്രയും സ്നേഹിക്കുന്നവർക്ക് ഒരു എന്തും ചെയ്യുന്ന ഒരു പ്രകൃതമുള്ളവരാ. അപ്പൊ അവരുടെ നേർക്കൊക്കെ ഇട്ട് മാന്താൻ ചെയ്യുന്നവർ തിരിച്ചു നല്ലത് കൊടുക്കുക. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മേഘ പറഞ്ഞത് ചരിത്രാതീത കാലം മുതലുള്ള പഴയ വസ്തുക്കൾ, ഒരുപക്ഷെ രാജാക്കന്മാരുടെ ഭരണകാലം മുതലുള്ള വസ്തുക്കൾ നിരവധി ക്ഷേത്രങ്ങളിലാണ് സൂക്ഷിക്കുന്നത്. ക്ഷേത്രവും ഭരണവുമായിട്ട്, അന്നത്തെ രാജ്യഭരണവുമായിട്ട് വലിയ ബന്ധത്തിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അന്നത്തേക്ക് രാജഭരണത്തിൽ കിട്ടിയ, ഒരുപക്ഷെ വിദേശത്ത് നിന്ന് കിട്ടിയ പോലും അപൂർവ വസ്തുക്കൾ ഇപ്പോഴും ആ നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന രാജഭരണത്തിന്റെ ഒരു കീർത്തി തന്നെയാണ്. അവരുടെ ഒരു നന്മയാണ്. പക്ഷേ ഇന്നത്തെ പിണറായി സർക്കാർ അങ്ങാണ് അന്നത്തെ ഭരിച്ചിരുന്നെങ്കിൽ അവിടെ നിലവറ പോയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം പോലും കാണത്തില്ലായിരുന്നു. പക്ഷെ അന്നത്തെ രാജാക്കന്മാർ അത് അത്രയും അമൂല്യ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പത്മനാഭൻ അത്രയും കോടീശ്വരനായി മാറിയത്. അന്നും ഇത്തരത്തിലുള്ള ജനങ്ങളായാലും പുറത്തുനിന്നുള്ള ആൾക്കാരെ, രാജാക്കന്മാരെയൊക്കെ ഈ പത്മനാഭസ്വാമിക്ക് കൊടുത്തിരുന്ന നേർച്ചകളും കാഴ്ച വസ്തുക്കളും ഒക്കെ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ശബരിമല. ഈ ചരിത്രാതീത കാലം മുതലുള്ള ക്ഷേത്രങ്ങളിലെ നിരവധി, അതായത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള അപൂർവമായിട്ടുള്ള വസ്തുക്കൾ, അത് ഈ പറയുന്ന ഈ ചെമ്പുരുളി എന്ന് പറയുന്ന അത് മുതൽ അങ്ങേ
വിളക്കുകൾ മുതൽ അപ്പം അങ്ങനെ വലിയ പ്രാധാന്യമുള്ള നിരവധി കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്കൊക്കെ കണ്ടിട്ടും മതിവരാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ സൂക്ഷിക്കുന്നത് ഇനി ഉണ്ടോ എന്ന് പോലും, പല ക്ഷേത്രങ്ങളുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലോട്ട് കടത്തിയാൽ ഇതിനൊക്കെ ഒരു ചെമ്പായിരിക്കാം, ചിലപ്പോൾ ഒരു പഞ്ചലോഹത്തിൻ്റെ ആയിരിക്കാം, അതിൻ്റെ വിലയേക്കാൾ അപ്പുറം ഒരു മൂല്യമുണ്ട്. ചിലതിന് വിശ്വാസത്തിൻ്റെ ഒരു മൂല്യമുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ ദ്വാര ശില്പം അത് ശരിക്കും ഈ പറഞ്ഞോണം സ്വർണം പൂശിയതോ ഇനി ചെമ്പോ ആയിക്കോട്ടെ, പക്ഷെ ആ ചെമ്പിന് സ്വർണത്തിനേക്കാളും വജ്രത്തിനേക്കാളും അധികം വില തരുന്ന കോടീശ്വരന്മാരുള്ള നാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിരവധി കടത്തിയിട്ടുണ്ട്. ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വാർത്തകൾ, അതിനകത്ത് അമിക്കസ് ക്യൂറി ഉൾപ്പെടെ അന്വേഷണം നടത്തിയപ്പോഴും കണക്കെടുത്തപ്പോഴും ഈ പലതും ഒന്നുമില്ല. പണ്ട് എന്ന് വെച്ചാൽ 50 കാലഘട്ടം മുതലുള്ളതിൻ്റെയൊക്കെ റെക്കോർഡുണ്ട്, ഇങ്ങോട്ടുള്ളതിൻ്റെ ഒന്നുമില്ല. അപ്പോൾ പല റെക്കോർഡുകളും കാണാനില്ല. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. അപ്പോൾ അത്തരത്തിൽ ക്ഷേത്രങ്ങളൊക്കെ ഈ ഇടയ്ക്ക് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ അവിടെ ഗണപതി ഭഗവാനെ ഇരിക്കുന്നത്, അവിടെ ആകപ്പാടെ ഉള്ള വിശേഷപ്പെട്ട പ്രസാദം ഒന്ന് കരിപ്രസാദം, നെറ്റി തൊടുന്ന കറുത്ത കരി പോലെ, രണ്ടാമത് ഉണ്ണിയപ്പമാണ്. ഇത് രണ്ടും അഴിമതിയാണ്. കരിപ്രസാദം ആരാണ്? ബംഗാളിയും കൊണ്ടാണ് ചെയ്യുന്നത്. ബംഗാളികളുടെ അടിവസ്ത്രങ്ങൾ ഇടുന്നതിൻ്റെ താഴെയാണ് ഭഗവാന്റെ കരിപ്രസാദം. അതെന്താണ്? ഈ കരി ഉണ്ടല്ലോ, എന്തോ രാസവസ്തു കരിപ്പൊടി ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഈ കരിപ്രസാദം എങ്ങനെ കിട്ടുന്നതെന്ന് അറിയാമോ? ഗണപതിക്ക് ഹോമം ചെയ്യും. അതിനകത്ത് ഈ ചിരട്ട, ഈ പറയുന്നോണം പല വസ്തുക്കളിട്ട് ഹോമം ചെയ്യുന്ന അതിൽ നിന്ന് എടുക്കുന്ന കരിയാണ്. അതാണ് കരിപ്രസാദം. ഇതിലെ ബംഗാളികൾ കിടക്കുന്ന മുറിക്കകത്തോട്ട് കൊണ്ടുവന്ന് ഇല്ല രാസവസ്തുക്കളെണ്ണ പൊടി ഇടുക, ചാലിക്കുക, ഭക്തർക്ക് കൊടുക്കുക, ഗണപതിയുടെ മുമ്പിൽ വയ്ക്കുക. അത് അടിവസ്ത്രങ്ങൾ വരെ ഇടുന്നതിന്റെ താഴെ. ഒന്ന് ആലോചിച്ച് നോക്കും. ഉണ്ണിയപ്പമാണെങ്കിൽ വിശ്വാസത്തെ വ്രണപ്പെടുത്തുക എന്നുള്ളതാണ്. ഉണ്ണിയപ്പം, പഴയ ഉണ്ണിയപ്പമൊക്കെ ഞാനും ചിന്തിക്കാറുണ്ട്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ അവിടുത്തെ നാട്ടുകാരി ആയതുകൊണ്ട് എനിക്കറിയാം. ഞാൻ രാവിലെ പോകുമ്പോൾ ചൂടോടെ നല്ല മധുരമായിട്ട് കഴിക്കുന്ന ആ ഒരു ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് ഇന്നും വായിന്ന് പോയിട്ടില്ല. പക്ഷെ ഇപ്പം കിട്ടുന്നത് തലേന്നത്തൊക്കെ വെച്ചത് പിറ്റേന്ന് എടുത്ത് ഭക്തജനങ്ങൾക്ക് കൊടുക്കുകയാണ്. ഇതിനും അന്യായ വില. ഇതെല്ലാം ദേവസ്വം ബോർഡ് കട്ടുമുടിക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് ഒരു ക്ഷേത്രമല്ല, നിരവധി ക്ഷേത്രങ്ങളിൽ അന്യായങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു വാർത്തയുണ്ട്. അത് നേരത്തെ നമ്മളുടെ മലയാളി വാർത്തയിലും ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പിലെ സേനാ വിഭാഗം ശബരിമല കാക്കുന്ന സംരക്ഷകർ അവിടെയുണ്ട്, 24 മണിക്കൂറുണ്ട്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പം അങ്ങനെ അവരിലേക്ക് വിരൽ ചൂണ്ടാതെ ഇരുന്ന് ഇന്ന് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അറിയാതെ എങ്ങനെയാണ് അവിടുന്ന് കടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉന്നത തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശബരിമല വിഷയം. അത് അണയ്ക്കാൻ ശ്രമിക്കേണ്ട. മുഖ്യമന്ത്രി അത് ഒരിക്കൽ കെട്ടണപ്പിച്ചു. സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടത് അണഞ്ഞ് വീണ്ടും നിങ്ങളെ ആൾക്കാർ ജയിപ്പിച്ചു വിട്ടു. പക്ഷേ ഇനി അത് അണപ്പിക്കാൻ ശ്രമിക്കേണ്ട. അതൊരു മുറിവായിട്ട് തന്നെ ഇപ്പോൾ വിശ്വാസികൾക്കിടയിൽ കിടപ്പുണ്ട്. ഈ ഒരു കൊള്ളയും കൂടെ വന്നതോടുകൂടി ഏകദേശം പരിപാടി. അപ്പോൾ ഇനിയിപ്പം എത്ര ടെൻറ്റ് പൊളിച്ചാലും, എത്ര ഈ പാർട്ടിയുടെ പരിപാടികൾ പൊളിച്ചാലും, ഇനി കോൺഗ്രസിന് എത്ര അമർച്ച ചെയ്താലും, കോൺഗ്രസിന് ഒരു പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കാം. അതിനപ്പുറം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ വ്യവസ്ഥിതിയുള്ളതാണ്. അത് നല്ല പാർട്ടി, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇനി CPM ആയിക്കോട്ടെ, നല്ല പാർട്ടി മതേതരത്വത്തിന് അപ്പുറം വിശ്വാസികൾക്ക് ഒത്തൊരുമയോടെയുള്ള ഒരു സംഘടനാ പ്രവർത്തനത്തിനും ഒരു നല്ല നാടിൻ്റെ രൂപീകരണത്തിനും അവർ തയ്യാറാകും. അത് CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒരിക്കൽ അങ്ങനെയായിരുന്നു. പക്ഷേ പിണറായിസം വന്നതിന് ശേഷമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് പോലും ഇത് സഹിക്കാൻ കൊള്ളാത്ത പ്രസ്ഥാനമായിട്ട് മാറിയത്. ഒരു യഥാർത്ഥ, ഇന്ന് കൽപ്പറ്റ പറഞ്ഞതുപോലെയാണ്, ഒരു യഥാർത്ഥ സഖാവെ എന്ന് വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ചിന്തിക്കുന്നത് തൻ്റെ മകളും മകനും അല്ലെ തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ആ വിളിക്കുന്നവരും കേൾക്കുന്നവരുമായിരിക്കണം അല്ലേ. ഇപ്പം സഖാവിൻ്റെ മകൻ എവിടെയാണ്? നല്ല ഒന്നാന്തരമായിട്ട് പോയി. എൻ്റെ മകൻ രാഷ്ട്രീയത്തിലൊന്നുമില്ലേ, എൻ്റെ മകൻ പോയി രാഷ്ട്രീയത്തിലില്ല എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ മകൻ മാന്യം മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ജീവിക്കുന്നതാണ്. അപ്പം മറ്റുള്ള SFI പ്രവർത്തകർ അടി വാങ്ങിക്ക്. നിങ്ങളുടെയൊക്കെ ഗതികേടല്ല എന്ത് പറയുന്നത്, അടി വാങ്ങിച്ച് ചോരയിട്ട് നട്ടലും ഒടിച്ച് പാർട്ടിക്ക് വേണ്ടി കൊടിയും പിടിച്ച് പഠിത്തവും കളഞ്ഞ് ഈ പറയുന്ന കുട്ടി സഖാക്കന്മാരും DYFI പ്രവർത്തനം കേൾക്കാൻ വേണ്ടി പിണറായി ഇട്ട് കൊടുത്തതാണ്. എൻ്റെ മകൻ മാനിയായിട്ട് ജോലിയൊക്കെ ചെയ്ത് വിദേശത്ത് സുഖമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ ഇതിനകത്തൊന്നും എൻ്റെ മോനെ പറ്റി എനിക്ക് അഭിമാനമാണ്. ഏതൊരച്ഛൻ, ഏതൊരു സഖാവും അഭിമാനം കൊള്ളേണ്ടുന്നത്, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അഭിമാനം കൊള്ളേണ്ടത് ഇന്ന് കൽപ്പറ്റ പറഞ്ഞതുപോലെ സഖാവെ എന്ന് വിളി കേൾക്കാനും മറ്റുള്ളവരുടെ വേദനയിൽ പങ്കെടുക്കുകയും അവന് വേണ്ടി പ്രവർത്തിക്കുകയും സ്വന്തം നാടിനെ പറ്റി അല്പമെങ്കിലും ബോധമുള്ളവനെങ്കിലും ആയിരിക്കണം എൻ്റെ മകൻ എന്നുള്ളതിന് അഭിമാനിക്കേണ്ടത്. പക്ഷെ അത് മറ്റുള്ള
കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ME ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരുടെ മക്കളെ ഇവിടെ കാണാനില്ല. അവരെല്ലാം വിദേശത്ത് പോയി പഠിക്കുന്നു. പക്ഷേ ഇവിടെ അത് മാത്രമല്ല, ഈ വിഷയത്തിൽ നമ്മൾ ഒരാളെ കൂടെ മറന്നിട്ടുണ്ട്, സഖാവ് പുഷ്പൻ. അദ്ദേഹം ഈ സ്വാശ്രയ കോളേജിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു. നേരിട്ട് അതിന്റെ ഭാഗമായിട്ട് ജീവിതകാലം മൊത്തം കിടക്കേണ്ട ഒരവസ്ഥ, വെടിയേറ്റ് കിടക്കേണ്ടുന്ന ഒരു അവസ്ഥ വന്നു. ആ ഒരു വശത്തെ സഖാക്കന്മാർക്കിടെ പേരിൽ മുന്നിൽ നിന്ന് സമരം ചെയ്യുമ്പോഴാണ് ആ ബാഗ് പുറകു സൈഡ് കൂടെ സ്വന്തം മക്കളെ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി അങ്ങനെ ആക്കിയത്. അവിടെ അടിയും നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുഷ്പനെ പോലുള്ള നേതാക്കന്മാരെ അവിടെ മുൻനിരയിൽ നിർത്തി അവർ തന്നെ വെട്ടിയൊതുക്കിയത്. അവര് TP ചന്ദ്രശേഖരൻ നമ്മുടെ കൺമുന്നിലുണ്ട്. വെട്ടിയൊതുക്കുന്നത് ആര്? അവർ തന്നെ. അവരുടെ ആൾക്കാരുടെ രക്തസാക്ഷിയാവാൻ അവർ തന്നെ ചാവേറായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ KSUയിലോ യുവമോർച്ചയിലോ നമ്മൾ അത്തരത്തിൽ കാണുന്നില്ല. KSU കുട്ടികളൊക്കെ ഒരു വിഭാഗം പഠിക്കുന്നുണ്ട്. അവർ അത്യാവശ്യത്തിന് പ്രതിഷേധിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ അവർ പഠിക്കുകയും ഈ ഇത്തരത്തിലുള്ള എന്താ പറയുന്നത്, ഈ SFI ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജൊക്കെ കണ്ടതല്ലേ, അങ്ങ് കയറി അങ്ങ് മേയുമല്ലേ, ഗവർണറെയൊക്കെ പിടിച്ചങ്ങ് വലിച്ചങ്ങ് ഇറക്കി റോഡി. ഇതൊക്കെ ക്രിമിനൽ കേസുകളാണ്. ഇത് ഇവർക്കൊക്കെ കേസിടും, മൊത്തത്തിൽ ഒരു കേസിടും, അത് അങ്ങനെ കിടക്കും. ഇത് ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇവരുടെ ഡിഗ്രി എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊന്ന് വിദേശത്ത് പോകണമെന്ന് വെച്ചാൽ ഈ കേസ് കിടക്കും. ഗവർണറെ തടഞ്ഞു നിർത്തി. ക്രിമിനൽ കുറ്റമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറ്റമാണ്. MLA അടിച്ചു, MBAയുടെ തലക്കിട്ട് കൊട്ടി, വലിയ കുറ്റമാണ്. ഈ കേസിൽ നിന്ന് അവർക്ക് ആയുഷ്കാലം മോചിതമില്ല. ഇവർക്ക് വിദേശത്ത് പോകാൻ പറ്റത്തില്ല. ഇനി പോട്ട്, ഒന്നും വേണ്ട, മര്യാദയ്ക്ക് ഇനിയെങ്കിലും വല്ല PSC എന്തെങ്കിലും എഴുതി ഗവൺമെന്റ് സർവീസിൽ കയറാം, എൻ്റെ സർക്കാരിന് വേണ്ടി സേവനം ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് കയറട്ടെ. നടക്കൂല. അപ്പോഴും ചിലപ്പോൾ ഇതേ പാർട്ടി ആയിരിക്കും ഭരിക്കുന്നത്. അപ്പോൾ വേരിഫിക്കേഷൻ വരും. ഞാൻ പണ്ടത്തെ കൊട്ടി സഖാവായിരുന്നു, എനിക്ക് അങ്ങനെ അടികിട്ടി എൻ്റെ പോലീസിൽ. നടക്കുന്ന കാര്യമല്ല. ഇതേ നേതാക്കന്മാർ പറയും നടക്കൂല, സെക്രട്ടേറിയറ്റ് ജോലി കിട്ടത്തില്ലെന്ന്. അതുകൊണ്ട് അവനവൻ്റെ മക്കളെ അവനവൻ പഠിക്കുക, അവനവൻ്റെ കാര്യം നോക്കുക. ഈ പാർട്ടിക്കാർ അത് പിണറായി വിജയൻ പറയാതെ നിങ്ങൾക്ക് തരുന്ന ഒരു ഉപദേശമാണ്. ഏറ്റവും വലിയൊരു മുതിർന്ന നേതാവിൻ്റെ ഒരു ഉപദേശമായിട്ട് കാണൂ. അദ്ദേഹത്തിനെ നല്ലൊരു അച്ഛനായിട്ട് മാത്രം കാണരുത്, നല്ലൊരു നേതാവായിട്ട് കൂടി കാണും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം വിജയിച്ചു എന്ന് സഖാക്കന്മാർ പറയുന്നത് പോലെ വിശ്വാസി സംരക്ഷണ ജാഥ വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ പറയുന്നത് പോലെ വെള്ളയൊക്കെ ഇട്ട് ഏതെങ്കിലും സഖാക്കന്മാർ പന്തലിന്റെ അടിയിലൊക്കെ പോയി നിൽക്കുന്നുണ്ടോ എന്ന് മുന്നോട്ട് വരണം. എന്തായാലും അന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യം കൂടെ ഈ വിഷയത്തിൽ വരുന്നത്. അല്ല, അത് ഇപ്പം മേഘ പറഞ്ഞതുപോലെ ഷാഫി അറിഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസിന്റെ വേഷം അണിഞ്ഞ ഏത് ഗുണ്ട അവിടെ. ഇനി പെട്രോൾ ബോംബ് എറിഞ്ഞത് UDF പ്രവർത്തകരാണ് എറിഞ്ഞെങ്കിൽ UDF പ്രവർത്തകന്റെ കോട്ട് സൂട്ട് കൂട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വസ്ത്രവും ധരിച്ചുകൊണ്ട് എറിഞ്ഞ ഏത് ഗുണ്ട. ഞാൻ CPM പ്രവർത്തകരൊന്നും ഞാൻ പറയുന്നില്ല, BJP പ്രവർത്തകരൊന്നും പറഞ്ഞു. പക്ഷെ അതാര്? അതുപോലെ അറിയത്തില്ല. ഇതുപോലെ വേഷം മാറി വരുന്ന ഇവരെയൊക്കെ UDFന്റെ ഇത്തരത്തിലുള്ള അമിട്ട് പൊട്ടിക്കാൻ വേണ്ടി വരുന്നത് ആരാന്നോ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇനി ഇത്തരത്തിലുള്ള UDFന് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്.